മാലിന്യം വലിച്ചെറിയൽ ബോധവൽക്കരണവുമായി നേരിട്ടിറങ്ങി മേയർ. നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാർച്ച് 31-ന് ശുചിത്വ നഗരങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായി കൊല്ലം കോർപ്പറേഷൻ ജനുവരി 1 മുതൽ 7 വരെ മാലിന്യം വലിച്ചെറിയൽ മുക്തവാരമായി ആചരിച്ചു. നഗരത്തെ ശുചിത്വമാക്കുന്നതിന്റെ ഭാഗമായി വ്യാപാരികളെ ബോധവൽക്കരിക്കുന്നതിനായി മേയർ പ്രസന്ന ഏണസ്റ്റ് നഗരത്തിലെ കടകളിലെല്ലാം സന്ദർശനം നടത്തി. 8-ാം തീയതി മുതൽ നഗരങ്ങളിലെ കടകളിൽ നിന്നും മാലിന്യങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നത് ഒഴിവാക്കി അതാത് സ്ഥാപനങ്ങളുടെ മുന്നിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകണമെന്ന് നിർദ്ദേശം നൽകി. ആഹാരാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. 8-ാം തീയതി മുതൽ നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവർ പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കും. നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാർച്ച് 31-ന് നമ്മുടെ കേരളത്തിലെ ശുചിത്വ നഗരങ്ങളായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. അപ്പോൾ ജനുവരി മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ ഒരു ആഴ്ചക്കാലം വലിച്ചെറിയൽ മുക്ത വാരമായിട്ടാണ് നമ്മൾ ആഘോഷിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഡിവിഷനുകളിലും യൂത്ത് കമ്മിറ്റികൾ ചേർന്നുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളും മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നതെല്ലാം ചേർത്തുകൊണ്ട് എല്ലാ കടകളിലും കയറി നമ്മൾ പറയുകയാണ്, നിങ്ങൾ ആരും ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. അജൈവ മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതിനും ഫുഡ് വേസ്റ്റുകൾ നമ്മൾ സംസ്കരിക്കാൻ ആവശ്യമായ നമ്മൾ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് എപ്പോൾ നോക്കിയാലും നല്ല മനോഹരമായി കിടക്കണം, പ്ലാസ്റ്റിക്കും മറ്റും വലിച്ചെറിയരുത്. അപ്പോൾ കടക്കാരുടെ വലിയൊരു സഹായമാണ് ഞങ്ങൾക്ക് ആവശ്യം. അവരാണ് ഇത് വലിച്ചെറിയാതിരിക്കാണ് അവർക്കൊരു ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ എല്ലാ കടകളിലും നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ആ വിവരങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ അത് നമ്മൾ പറഞ്ഞതിന് ശേഷം നാളെ മുതൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കുകളും നമ്മുടെ റോഡിലൊന്നും ഇല്ലാതെ വലിച്ചെറിയാതിരിക്കാനും ഫുഡ് വേസ്റ്റുകൾ വലിച്ചെറിയാതിരിക്കാനും അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ക്യാമറ നിരീക്ഷണത്തിൽ പിടിക്കുന്നതിനും അടുത്ത പിഴ കൊടുക്കുന്നതിനുമാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുമായി സഹകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടികളും ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നഗരത്തെ മാലിന്യമുക്തമാക്കുവാൻ വ്യാപാരികളും സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലേക്ക് എത്തുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇനി മുതൽ പിഴ അടയ്ക്കേണ്ടി വരും. മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ എടുത്തു നൽകിയാൽ 2500 രൂപ വീതം നൽകുമെന്നും മേയർ പറഞ്ഞു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മേയർക്കൊപ്പം ഉണ്ടായിരുന്നു.